കേരളത്തിൽ 2 ലോക്സഭാ സീറ്റുകളിൽ ബി.ജെ.പിക്ക് സാധ്യത എന്ന രീതിയിൽ കൊട്ടിഘോഷിക്കാൻ ആദ്യ നാൾ മുതൽ ശ്രമിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരും എന്ന രീതിയിലേക്ക് വന്നു. എന്നാൽ മെല്ലെ മെല്ലെ ആ ഒരു ഫോർമുല മാറി. തിരുവനന്തപുരം കിട്ടില്ല എന്ന് ബി.ജെ.പിക്ക് മനസ്സിലായി. ശശി തരൂരിന് വലിയ ആധിപത്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള ഫീൽ വന്നപ്പോൾ തിരുവനന്തപുരത്ത് സാധ്യതയില്ല എന്നും ബി.ജെ.പി യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തൃശ്ശൂർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ തൃശ്ശൂരിൽ വളരെ വൈകാതെ തന്നെ കെ മുരളീധരൻ വലിയ വോട്ട് ഷെയറിൽ ഗ്രാഫ് സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തൃശ്ശൂരിൽ എന്ത് രീതിയിലായിരിക്കണം വോട്ട് കച്ചവടം നടത്തേണ്ടത് എന്ന് റിസർച്ച് ചെയ്ത് ഒടുവിൽ CPI-യുമായി ഒരു ധാരണയിലേക്ക് വന്നു എന്നുള്ളത് വ്യക്തമാകുന്ന സൂചനകളാണ് പുറത്തു വന്നത്. അതായത് EP ജയരാജൻ നിരവധി തവണ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ ഇരുട്ടിൽ തപ്പുന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ പൊട്ടം കളിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി, മാധ്യമപ്രവർത്തകരെയൊക്കെ പേഴ്സണലായി പേരെടുത്ത് പറഞ്ഞ് അവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഊതിക്കളഞ്ഞാൽ അവരൊക്കെ അങ്ങ് നിശബ്ദരായി പോകുമെന്ന EP ജയരാജൻ്റെ ഒരു രീതി. മാത്രമല്ല MV ഗോവിന്ദൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് 2 ലോക്സഭാ സീറ്റ് വരെ ഇടതുപക്ഷത്തിന് കിട്ടിയാൽ അത് പിണറായി വിരുദ്ധതയല്ല, ഈ സംസ്ഥാനത്ത് CPIM-ന് വേരോട്ടമുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് സ്വയം അപഹാസ്യനായി, അഥവാ സെൽഫ് ഗോൾ അടിക്കുക എന്ന് പറയും, ആ ഒരു രീതിയിലേക്ക് പോയ ഒരവസ്ഥ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ മുന്നേറ്റമുണ്ടായാൽ അത് കൃത്യമായും CPIM-ൻ്റെ വോട്ടുകൾ തന്നെയാണെന്ന് കെ മുരളീധരൻ രാഷ്ട്രീയപരമായി സമർത്ഥിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, 2 നിയോജക മണ്ഡലങ്ങൾ നാട്ടികയിലും ഗുരുവായൂരിലും എങ്ങനെയാണ് CPIM ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ളത് കൃത്യമായും രേഖാമൂലം തനിക്ക് സമർപ്പിക്കാൻ ജൂൺ 4-ന് കഴിയും എന്ന് പറഞ്ഞിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ. നമുക്കറിയാം, കെ മുരളീധരൻ വാശിയേറിയ പോരാട്ടമാണ് തൃശ്ശൂരിൽ നടത്തിയത്. കെ മുരളീധരൻ്റെ പേര് തൃശ്ശൂരിൽ ഉയർന്നു വന്നപ്പോൾ TN പ്രതാപനല്ല, കെ മുരളീധരനാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് അത് കൃത്യമായി തന്നെ സംഘികൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതീക്ഷയെല്ലാം, കണക്കൂട്ടലുകളെല്ലാം തെറ്റിയത്. സുരേഷ് ഗോപിയുടെ വിജയം ഒരിക്കലും അവിടെ നടക്കില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് അവർ CPIM-യുമായി ഒരു ധാരണയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമം. പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ വന്നതും ആ ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി. അതായത് ജാവ്ദേക്കർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് കേരളത്തിൽ BJP വൻ നേട്ടമുണ്ടാക്കും, 4 മുതൽ 5 ലോക്സഭാ സീറ്റ് വരെ അപ്രതീക്ഷിതമായി നേടിയെടുക്കും, അട്ടിമറി വിജയം പലയിടത്തും നേടിയെടുക്കും, ഇങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്റ് ജാവ്ദേക്കർ പറഞ്ഞിരുന്നു. ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു രീതിയിലേക്കാണ് തൃശ്ശൂരിൽ നടന്ന ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. എന്നാൽ പോലും കോൺഗ്രസിനെ മതേതരവാദികളായ തൃശ്ശൂരുകാർ പുറംതിരിഞ്ഞു നിൽക്കില്ല, അദ്ദേഹത്തിനെ പിടിച്ചുയർത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ പക്ഷം 30,000 വോട്ടിനെങ്കിലും താൻ ജയിക്കും എന്ന കെ മുരളീധരൻ്റെ കോൺഫിഡൻസ് തന്നെയാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം.